ഹായ് ഓൾ, PK ലേണിങ്സിൻ്റെ SCRT സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഹാരി. ഇന്ത്യൻ ജോഗ്രഫിയാണ് കൈകാര്യം ചെയ്യുന്നത്. സോ നമ്മളിന്ന് ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയുടെ ആദ്യത്തെ സിലബസിലെ ടോപ്പിക്കായ ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത്. 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCRT, NCERT ചാപ്റ്റേഴ്സിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യ അടിസ്ഥാന വസ്തുതകൾ. ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളെപ്പറ്റി നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്ഥാനം തന്നെയാണ്. അപ്പോൾ ആദ്യം ഇന്ത്യയുടെ സ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 ഡിഗ്രി അക്ഷാംശ രേഖയായ ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നു. ഒന്ന് ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും. ഭൂമധ്യരേഖയുടെ വടക്ക് ഉത്തരാർദ്ധഗോളവും ഭൂമധ്യരേഖയുടെ തെക്ക് ദക്ഷിണാർദ്ധഗോളവും. സോ ഈ അർദ്ധഗോളങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുമാണ് നമ്മുടെ ഇന്ത്യ വ്യാപിച്ച് കിടക്കുന്നത്. ഓക്കെ, സോ അടുത്തത് നമുക്ക് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനങ്ങളെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. നിങ്ങളാദ്യം കേട്ടിരിക്കുക, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. അതേപോലെ തന്നെ രേഖാംശീയ സ്ഥാനം പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ, ഈസ്റ്റ് വരെയാണ് ഇന്ത്യയുടെ പൂർവ്വ രേഖാംശീയ സ്ഥാനം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയും, രേഖാംശീയ സ്ഥാനം പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയുമാണ് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ സ്ഥാനവുമായും ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു ചിത്രമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, ഒരു ഗ്ലോബാണ്. ഇന്ത്യയുടെ വൻകരകളും ഭൂമധ്യരേഖയും അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഇന്ത്യയുടെ സ്ഥാനത്തെ പറ്റിയാണ്. ഓക്കെ, ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ദേ ഈ കാണുന്ന നമ്മൾ ഈ നടുക്ക് ഭാഗത്തൂടെ തിരശ്ചീനമായി പോയിരിക്കുന്ന രേഖയാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖ. നമുക്കറിയാം, നമ്മുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭൂമിക്ക് തിരശ്ചീനമായും ലംബമായിട്ടും വരയ്ക്കുന്ന കുറച്ച് സാങ്കല്പിക രേഖകളുണ്ട് അല്ലേ? സോ നമ്മൾ ഭൂമിക്ക് തിരശ്ചീനമായിട്ട് വരയ്ക്കുന്ന ഈ സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ അക്ഷാംശ രേഖകൾ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖകൾ, ഭൂമിക്ക് തിരശ്ചീനമായിട്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. സോ ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, നടുക്കുകൂടെ പാസ് ചെയ്യുന്ന 0 ഡിഗ്രി അക്ഷാംശ രേഖയായ ഭൂമധ്യരേഖയാണ്. ഓക്കെ, അടുത്തത് രേഖാംശ രേഖകളെ പറ്റിയാണ്. നമുക്കിത് ഇങ്ങനെ കുറേ ലംബമായിട്ട് വരച്ചിരിക്കുന്ന കുറേയധികം രേഖകളെ നമുക്ക് കാണാവുന്നതാണ്. സോ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് ലംബമായി വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും സമയം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രേഖാംശ രേഖകളെ ആശ്രയിക്കുന്നത്. സോ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മളിത് ഈ നടുക്കുകൂടി പാസ് ചെയ്ത് പോയിരിക്കുന്നത്. 0 ഡിഗ്രി. ഈ 0 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ ഗ്രീൻവിച്ച് രേഖ എന്നാണ് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, പ്രധാനമായിട്ടും ഈ 0 ഡിഗ്രി രേഖാംശ രേഖ ഇംഗ്ലണ്ടിലെ
ഗ്രീൻവിച്ച് എന്ന പ്രദേശത്തുകൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രേഖയെ ഗ്രീൻവിച്ച് രേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ ഗ്രീൻവിച്ച് രേഖ എന്ന് പറയുന്നത്. സോ ഈ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും എന്താണെന്ന് നമ്മൾ കണ്ടു. സോ ഈ 0 ഡിഗ്രി അക്ഷാംശ രേഖയായ ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, ഈ ഭൂമധ്യരേഖയ്ക്ക് 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് വടക്കുള്ള ഈ ഭാഗത്തെയാണ് ഉത്തരാർദ്ധ ഗോളമെന്നും തെക്ക് ഭാഗത്തെ ദക്ഷിണാർദ്ധ ഗോളം എന്നുമാണ് പറയുന്നത്. സോ 0 ഡിഗ്രി ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു അല്ലേ. ആ ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അർദ്ധഗോളത്തെ ഉത്തരാർദ്ധഗോളം എന്നും തെക്കുള്ള അർദ്ധഗോളത്തെ ദക്ഷിണാർദ്ധഗോളം എന്നുമാണ് പറയുന്നത്. സോ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് അറിയാം. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയ്ക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലായി കാണുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഈ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ അക്ഷാംശീയ സ്ഥാനങ്ങൾ 2 ഡിജിറ്റും വടക്ക് അക്ഷാംശത്തിൽ പറയുന്നത്. സോ വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത പോലെ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ, ഒന്നുകൂടി മനസ്സിലാക്കി തരാനുള്ളൊരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഭൂമിക്ക് തിരശ്ചീനമായിട്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ അക്ഷാംശ രേഖകളെന്നും ഭൂമിയുടെ ലംബമായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ രേഖാംശീയ രേഖകളും എന്നുമാണ് നമ്മൾ പറയുന്നത്. സോ നമുക്കിവിടെ കാണാം ഇന്ത്യയിലൂടെ ഒരുപാട് അക്ഷാംശ രേഖകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. സോ നമുക്ക് അക്ഷാംശീയ സ്ഥാനം ഒന്നുകൂടി പരിശോധിക്കാം. തെക്ക് ഭാഗത്ത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം. നിങ്ങൾ ഈ ഒരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30 ഡിഗ്രി വ്യത്യാസം ഉള്ളതായിട്ട് നമുക്ക് കാണാം അല്ലേ. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം. അല്ലെങ്കിൽ ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ ഉത്തര അക്ഷാംശം 37 ഡിഗ്രി 6 മിനിറ്റ് വരെ, അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് രേഖാംശീയ സ്ഥാനം കൂടെ ഒന്ന് നോക്കാം. 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് കിഴക്ക് വരെ, അല്ലെങ്കിൽ പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ പൂർവ്വരേഖാംശം 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രീൻവിച്ച് രേഖ 0 ഡിഗ്രി രേഖാംശ രേഖയായ ഗ്രീൻവിച്ച് രേഖയ്ക്ക് കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ രേഖാംശീയ സ്ഥാനം നമ്മൾ പൂർവ്വ രേഖാംശം എന്ന് പറയുന്നത്. പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിശ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനവും രേഖാംശീയ സ്ഥാനവും നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രി വീതമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിവിടെ കാണുക, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രി. അത് കറക്റ്റ് അല്ല, ഏകദേശം ഒരു 30 ഡിഗ്രിക്ക് അടുത്ത് വരുമെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കാം, 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഇതിനിടയിലുള്ള ഒരു വ്യത്യാസം ഏകദേശം 30 ഡിഗ്രിയോളമാണ്. അതുപോലെ തന്നെയാണ് ഈ 68 ഡിഗ്രി 7 മിനിറ്റ് പൂർവ്വ രേഖാംശം മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് പൂർവ്വ രേഖാംശം വരെ ഏകദേശം ഒരു 30 ഡിഗ്രിയുടെ വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. സോ ആ ഒരു അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തിയെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് 30 ഡിഗ്രി ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ അക്ഷാംശ മൂല്യം അനുസരിച്ച് തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉഷ്ണ മിതോഷ്ണ മേഖലയിലുമാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ മൂല്യം അനുസരിച്ച് തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉഷ്ണ മിതോഷ്ണ മേഖലയിലുമാണ്. അത് വേറൊന്നുമല്ല, നമുക്കറിയാം ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. സോ നമ്മൾ 0 ഡിഗ്രി അക്ഷാംശ രേഖയായ ഭൂമധ്യരേഖ ഒരിക്കലും ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. നമ്മൾ ഇനി പഠിക്കും ഇന്ത്യയിലൂടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്ഷാംശ രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത്
അക്ഷാംശം, അതായത് ഉത്തരായന രേഖ എന്ന് പറയും. നമ്മൾ വരുന്ന സ്ലൈഡിൽ നമ്മളത് നോക്കുന്നതാണ്. സോ നിങ്ങളിത് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശം ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഓക്കെ, ആ 23.5 ഡിഗ്രിക്ക് വടക്ക് എപ്പോഴും മിതോഷ്ണ മേഖലയായിരിക്കും. സോ ഉത്തരേന്ത്യ എപ്പോഴും മിതോഷ്ണ മേഖലയിലായിരിക്കും. ഉത്തരേന്ത്യ ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല എന്ന് ചോദിക്കുന്നത് മിതോഷ്ണ മേഖലയും, ദക്ഷിണേന്ത്യ ഉത്തരായന രേഖയ്ക്ക് തെക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഭാഗം എപ്പോഴും ഉഷ്ണമേഖലയിലുമായിരിക്കും. അതായത് നമ്മുടെ കേരളം, തമിഴ്നാട് ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഏത് കാലാവസ്ഥാ മേഖലയിൽ എന്ന് ചോദിച്ചാൽ അത് ഉഷ്ണമേഖലയിലായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, 23.5 ഡിഗ്രി അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം എപ്പോഴും മിതോഷ്ണ മേഖലയും തെക്ക് ഭാഗം എപ്പോഴും ഉഷ്ണമേഖലയും ആയിരിക്കും. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഓക്കെ, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 7ാം സ്ഥാനത്താണ് എന്ന് നമുക്കറിയാം. സോ ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. അതേപോലെ തന്നെ ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17 മുതൽ 18% വരെയുമാണ്. ഓക്കെ, അടുത്തതായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ സബ് കോണ്ടിനൻസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, പാമീർ പീഠഭൂമിയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേർതിരിക്കുന്നത്. പാമീർ പീഠഭൂമി നമ്മൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്ന പീഠഭൂമിയാണ്. സോ പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. സോ 2 പോയിന്റ് നമുക്ക് ഒന്നുകൂടെ പറയാം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ സബ് കോണ്ടിനൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയെപ്പറ്റി അല്ലെങ്കിൽ ഭൂപ്രകൃതി സവിശേഷതകൾ. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറെ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ. സോ ഇത്രയും ഭൂവിഭാഗങ്ങൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒന്നുകൂടി പറയാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറെ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ. സോ ഇത്രയും ഭൂവിഭാഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ രാജ്യങ്ങൾ ഏവ എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7ആണ്. അതേതെന്ന് നോക്കാം. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭൗതിക ഭൂപടമാണ് നമ്മളിവിടെ കാണുന്നത്. സോ നമുക്ക് മാപ്പിൻ്റെ സഹായത്താൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പാകിസ്ഥാൻ. ആകെ 7 രാജ്യങ്ങളാണ്. 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന 7 രാജ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പാകിസ്ഥാൻ, 2 ഇന്ത്യ ഉണ്ടെന്ന് നമുക്കറിയാം. ഇന്ത്യ എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഒന്നുകൂടെ പറയാം. ഒന്ന് പാകിസ്ഥാൻ, 2 ഇന്ത്യ, 3 നേപ്പാൾ, 4 ഭൂട്ടാൻ, 5 ബംഗ്ലാദേശ്, 6 ശ്രീലങ്ക, 7 മാലിദ്വീപ്. ഈ പറഞ്ഞ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത്. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളെ പറ്റിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ. സോ അടുത്തതായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ: വടക്ക് ഹിമാലയം, നമുക്കറിയാവുന്നതാണ്. വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. ഈ 4 പോയിന്റ് നമുക്ക് എന്തായാലും അറിയാം. വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ.
അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയും സുലൈമാൻ നിരകളും. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയും സുലൈമാൻ മലനിരകളും. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് പൂർവാചലും അരക്കൻ പർവ്വത നിരകളും. വടക്ക് കിഴക്ക് പൂർവാചൽ നിരകളും അരക്കൻ പർവ്വത നിരകളും. സോ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയും സുലൈമാൻ പർവ്വതനിരകളും. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് പൂർവാചൽ നിരകളും അരക്കൻ പർവ്വത നിരകളും. ഇവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ. അത് നമുക്കൊരു മാപ്പ് കൂടി നോക്കിയിട്ട് ചർച്ച ചെയ്യാം. സോ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഇത്രയും ഒരു ഭാഗത്ത് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിരയും സുലൈമാൻ പർവ്വതനിരയും. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് പൂർവാചൽ കുന്നുകളും അരക്കൻ പർവ്വതനിരയും. ഓക്കെ, ഒന്നുകൂടി പറയാം. വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് സുലൈമാൻ നിരകൾ, വടക്ക് കിഴക്ക് പൂർവാചൽ അരക്കൻ പർവ്വതനിരകൾ. സോ ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ. സോ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളെപ്പറ്റി പഠിച്ചു കഴിഞ്ഞല്ലേ. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങളെ പറ്റിയാണ്. ഏറ്റവും സദേൺ മോസ്റ്റ് പോയിൻ്റ്, നോർത്തേൺ മോസ്റ്റ് പോയിൻ്റ്, വെസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റ്, ഈസ്റ്റേൺ മോസ്റ്റ് പോയിൻ്റ്. ഈ പോയിൻ്റുകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ ലഡാക്കിലാണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം നമുക്കറിയാം. വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ എന്നറിയപ്പെടുന്നു, ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ് എന്നറിയപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാ പോയിൻ്റ് പിഗ്മാലിയൻ പോയിൻ്റ് എന്നും പാഴ്സൺസ് പോയിൻ്റ് എന്നും അറിയപ്പെടുന്നു. എന്താണ്? പിഗ്മാലിയൻ പോയിൻ്റ് എന്നും പാഴ്സൺസ് പോയിൻ്റ് എന്നും അറിയപ്പെടുന്നു. സോ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്കേ അറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തു എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, അരുണാചൽ പ്രദേശ്. അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോദി, ഗുജറാത്തിലെ ഗുഹാർ മോദിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി, തമിഴ്നാട്. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഒഴിച്ചുള്ള ഇന്ത്യയുടെ മെയിൻ ലാൻഡിനെയാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉത്തരായന രേഖയെപ്പറ്റിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ട് ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ആ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശം, 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശമാണ് ഉത്തരായന രേഖ. സോ നമുക്ക് നോക്കാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി വടക്ക്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഏതൊക്കെയെന്ന് നോക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. സോ ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. അത് നമുക്കൊരു മാപ്പിൻ്റെ സഹായത്തോടെ ഒന്നുകൂടി നമുക്ക് നോക്കാം. എപ്പോഴും നമ്മൾ മാപ്പ് വെച്ച് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോഗ്രഫി പോലുള്ള വിഷയങ്ങൾ മാപ്പ് വെച്ച് നിങ്ങൾ കണ്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിൽ പതിയാനുള്ള സാധ്യത വളരെ ഏറെയാണ്. സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പം ഈ മാപ്പിൻ്റെ സഹായത്താൽ പഠിക്കുന്നതായിരിക്കും. സോ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോയിക്കൊണ്ട് ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും വേർതിരിക്കുന്നുണ്ട് കേട്ടോ. സോ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ മാപ്പ് വഴി നോക്കാൻ വേണ്ടി പോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ 8 സംസ്ഥാനങ്ങളാണ് ഉത്തരായന രേഖ
കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ഈ പ്രധാനപ്പെട്ട 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഇന്ത്യയുടെ സമയമേഖലയാണ്. ഇന്ത്യയുടെ സമയമേഖലയെപ്പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്ക്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലൂടെ ഒരുപാട് രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ടല്ലേ. സോ നമുക്ക് എല്ലാ രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയിട്ട് ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു ആക്യുറേറ്റ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ പല സ്ഥലങ്ങളിലും പല ടൈമായി പോകും. സോ ഇന്ത്യ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിക്കുക. ഇന്ത്യ നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിക്കുന്ന ഒരു മാനക രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഓക്കെ, 82 ഡിഗ്രി പൂർവ്വ രേഖാംശം കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശിലെ മിർസാപൂറും ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ. സോ മാനക രേഖാംശം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശിലെ മിർസാപൂറും ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയും. ഓക്കെ, മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 5 ആണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖ കടന്നു പോകുന്നത്. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് മാനക രേഖാംശമായ ഇന്ത്യയുടെ മാനക രേഖാംശമായ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം കടന്നു പോകുന്നത്. സോ ഇതാണ് മാനക രേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഈ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം കടന്നു പോകുന്നത്. സോ അടുത്ത പോയിന്റ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയവ്യത്യാസം 2 മണിക്കൂറാണ്. സോ ഇന്ത്യയുടെ കിഴക്ക് അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് ഗുജറാത്തും തമ്മിലുള്ള ഏകദേശ സമയവ്യത്യാസം 2 മണിക്കൂറോളമാണ്. അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്നും ഏകദേശം 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് 2 മണിക്കൂർ സമയവ്യത്യാസം അനുഭവപ്പെടുന്നു. സോ നമ്മൾ രേഖാംശ രേഖകൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് മാറുന്നു. സോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇന്ത്യയുടെ രേഖാംശീയ അക്ഷാംശീയ വ്യാപ്തി 30 ഡിഗ്രി ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞു 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് സമയ വ്യത്യാസം ഉണ്ടാകുന്നു. സോ നമ്മൾ പറഞ്ഞു 30 ഡിഗ്രി മാറുമ്പോൾ അങ്ങനെയാണെങ്കിൽ 30 × 4 120 മിനിറ്റ്, അതായത് 2 മണിക്കൂർ. നമുക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. സോ ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയവ്യത്യാസം 2 മണിക്കൂറാണ്. അതായത് കിഴക്ക് അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് ഗുജറാത്തും തമ്മിലുള്ള സമയവ്യത്യാസം ഏകദേശം 2 മണിക്കൂറാണ്. അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്നും ഏകദേശം 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് 2 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നത്. ഓരോ 15 ഡിഗ്രി രേഖാംശം മാറുമ്പോഴും 1 മണിക്കൂർ വ്യത്യാസം ഉണ്ടാകുന്നു. അത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ രേഖാംശ രേഖകൾ ലംബമായി വരയ്ക്കുന്ന രേഖകളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ 1 ഡിഗ്രി രേഖാംശം മാറുമ്പോൾ ഏകദേശം 4 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നു. 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് നമുക്ക് ഉണ്ടാകുന്നത്. സോ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് വ്യത്യാസം വരുമെങ്കിൽ 30 ഡിഗ്രി മാറുമ്പോൾ എത്ര? 30 × 4 120 മിനിറ്റ്, അതായത് 2 മണിക്കൂർ 120 മിനിറ്റ്. 30 ഡിഗ്രി രേഖാംശീയ വ്യത്യാസം വരുമ്പോൾ 2 മണിക്കൂറിൻ്റെ സമയ വ്യത്യാസം ഇന്ത്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. സോ നമുക്ക് ഇതിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, SCERT 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും 11ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഇന്ത്യ സ്ഥാനം എന്നുള്ള ചാപ്റ്ററുമാണ്. അതുകൂടാണ്ട് തന്നെ NCERTയിലെ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഇന്ത്യ സൈസ് ആൻഡ് ലൊക്കേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് SCERT NCERT ചാപ്റ്റേഴ്സ് റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. സോ ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകൾ
ഇന്ത്യൻ ജോഗ്രഫിയിലെ ആദ്യത്തെ ടോപ്പിക്കായ ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇന്ത്യൻ ജോഗ്രഫിയുടെ ആദ്യത്തെ ടോപ്പിക്കായ ഇന്ത്യ ബേസിക് ഫാക്ട്സ് അല്ലെങ്കിൽ അടിസ്ഥാന വസ്തുതകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, ചർച്ച ചെയ്തത്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും നന്ദി. താങ്ക് യു.